നമുക്കിന്നേ മിയാസിന്റെ സാമ്പാർ പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് പരിപ്പ് കുക്കറിലിട്ട് 2 വിസില് വരെ വേവിക്കുക. എന്നിട്ട് ശേഷം അതൊരു ചട്ടിയിലേക്ക് മാറ്റി സാമ്പാറിനുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് വേപ്പിലയും ചേർത്ത് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ വെണ്ടയ്ക്ക് ഇതിൻ്റെ കൂടെ ചേർക്കണില്ല കേട്ടോ. പിന്നെ വറുത്തരയ്ക്കാനുള്ള തേങ്ങ ചട്ടിയിലിട്ട് മൂത്ത് വരുമ്പോൾ മിയാസിന്റെ സാമ്പാർ പൊടി ഇട്ട് ഫ്ലെയിം കുറച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ അരച്ചെടുക്കാം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് മിയാസിന്റെ സാമ്പാർ പൊടി. എക്സ്ട്രാ കായൊന്നും ചേർക്കണ്ട, വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ടതില്ല. പിന്നെ പപ്പടം ഇല്ലാതെ എന്ത് സാമ്പാർ. അപ്പം നമുക്ക് അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പപ്പടം വറുത്തെടുക്കാം. ഈ പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഒന്ന് വറുത്തെടുക്കാം. അതേസമയം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അരപ്പ് കഷ്ണങ്ങളിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരപ്പ് വേവും വരെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് പുളിക്ക് ആവശ്യത്തിന് വാളംപുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കറി താളിച്ചിടാം. നമുക്ക് പപ്പടം വറുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കറി താളിച്ചിടാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പപ്പടം വറുത്ത വെളിച്ചെണ്ണയിൽ സാമ്പാർ താളിച്ചിടുമ്പോൾ. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. പപ്പടവും സാമ്പാറും എല്ലാം കൂട്ടിക്കുഴച്ചൊരു ഊണ്. അപ്പം ഈ ഓണത്തിന് എല്ലാവരും മിയാസിന്റെ സാമ്പാർ പൊടി മേടിച്ചിട്ട് തീർച്ചയായിട്ടും ഈ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.